നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് പഠിച്ചു. ഇനി കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനം ജനറ്റിക് മോഡിഫിക്കേഷൻ കൊണ്ടുണ്ടായ കുറേ നേട്ടങ്ങൾ നമ്മൾ പഠിക്കുന്നു. ഈ സ്ലൈഡിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് നേട്ടങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇത് മൂലമുണ്ടായ കുറച്ച് ഉപയോഗങ്ങളുടെ കുറച്ച് എക്സാമ്പിൾസാണ് നമ്മളിത് പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മളിവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് BT കോട്ടൺ ആണ്. എന്താണ് BT കോട്ടൺ എന്ന് നോക്കാം. നിങ്ങൾ ചിലപ്പോൾ പത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ സയൻസ് മാഗസിൻസിൽ നിന്നോ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ബാസില്ലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയെ പറ്റി. ഈ ബാസില്ലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഒരു പ്രത്യേകതയാണ് അവയുടെ ഉള്ളിൽ ചില പ്രോട്ടീനുകളുണ്ട്. ഈ പ്രോട്ടീനുകൾ ചില ഇൻസെക്റ്റുകളെ കൊല്ലുന്നുണ്ട്. അതായത് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ ആണ് ഇവ. അതായത് ടോക്സിൻസ് ആയി ആക്ട് ചെയ്യുന്നു. ഇൻസെക്റ്റുകൾക്ക് ഇവ ടോക്സിൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ചില നശിപ്പിക്കുന്ന ചില ഇൻസെക്റ്റുകൾക്ക് ഉദാഹരണങ്ങളാണ് ലെപ്പിഡോപ്റ്റെറാൻസ് എന്ന് പറയുന്ന ടുബാക്കോ ബഡ് വോം, ആമി വോം ഇങ്ങനെയുള്ള അവ അടങ്ങിയ ലെപ്പിഡോപ്റ്റെറാൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെതിരെ ഇതിൻ്റെ പ്രോട്ടീനുകൾ ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ കോളിയോപ്റ്റെറാൻസ് എന്ന് പറയുന്നത് വണ്ടുകൾ, വണ്ടുകൾക്കെതിരെ ഇവ ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ബാസില്ലസ് തുറിഞ്ചിയൻസിസ് പ്രോട്ടീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ടോക്സിക് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈപ്റ്റെറാൻസ് എന്ന് പറയുന്നത് ഫ്ലൈസ്, മോസ്കിറ്റോസ് ഇവയ്ക്കെതിരെയൊക്കെ ഈ പറയുന്ന ബാസില്ലസ് തുറിഞ്ചിയൻസിസിൻ്റെ ചില പ്രോട്ടീനുകൾ നമുക്ക് ഇൻസെക്ടിസൈഡുകളായി ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ചില ചെടികളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് ഇൻസെക്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചെടികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിലൊരു ഉദാഹരണമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് BT കോട്ടൺ എന്ന് പറയുന്നത്. ഈ BT കോട്ടൺ എന്ന് പറയുന്നത് ബാസില്ലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ഈ ബാക്ടീരിയയിലുള്ള നേരത്തെ കണ്ടതുപോലെയുള്ള ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻസ് ആണ് ഈ കപ്പാസിറ്റി. BT കോട്ടണിന് ചില പ്രത്യേക ഇൻസെക്റ്റുകൾക്കെതിരെയോ അവയുടെ ലാർവകൾക്കെതിരെയോ പോരാടാനുള്ള, എതിർത്ത് നിൽക്കാനുള്ള, റെസിസ്റ്റൻസിനുള്ള കഴിവ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബാസില്ലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നെടുക്കുന്ന ഈ ടോക്സിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ക്രിസ്റ്റലുകളായിട്ടാണ് കാണപ്പെടുന്നത്. ബാസില്ലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ അകത്തുള്ള ടോക്സിൻസ് ക്രിസ്റ്റലുകളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ക്രിസ്റ്റലുകൾക്ക് ഒരു ടോക്സിക് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീനുകളായിട്ടാണ് ഇവ കാണുന്നതെന്ന് നമ്മൾ കണ്ടു. ഈ BT ടോക്സിൻ എന്നാണ് അതിനെ പറയുന്നത്. ഇത് ഈ പറയുന്ന ബാസില്ലസ് തുറിഞ്ചിയൻസിസിനകത്തിരിക്കുന്നത് ഇനാക്റ്റീവായിട്ടുള്ള പ്രോടോക്സിൻസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. എന്തായിട്ടാണ് കാണപ്പെടുന്നത്? ഇനാക്റ്റീവായിട്ടുള്ള പ്രോടോക്സിൻസ്. അതായത് ടോക്സിന് തൊട്ട് മുമ്പ്, ടോക്സിൻ ആകുന്നതിന് മുമ്പുള്ള ഒരു ഫേസ് ആയിട്ടാണ് ഇത് കാണുന്നത്. ഇനി ഒരു ഇൻസെക്റ്റ് ഇപ്പോൾ ഒരു ഇല അല്ലെങ്കിൽ അതിൻ്റെ തണ്ട്, കായ, പൂവ് ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ആ ചെടിയുടെ അകത്തേക്ക് BT ടോക്സിൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? BT ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോക്സിൻ ഒരു ഇൻസെക്റ്റ് അതിനെ ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ, അത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈ പറയുന്ന പ്രോടോക്സിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഗട്ടിലെത്തിയിട്ട്, അതിൻ്റെ അന്നനാളം, ആമാശയം ഇവയൊക്കെ അടങ്ങിയ ഈ ഗട്ടിലെത്തിക്കഴിയുമ്പോൾ അവിടെ നമുക്കറിയാം ആൽക്കലൈൻ pH ആണ് അല്ലേ? അതിൻ്റെ pH ആൽക്കലൈൻ ആണ്. ഈ ഗട്ടിലെത്തിക്കഴിയുമ്പോഴേക്കും അത് ഈ ക്രിസ്റ്റലുകളെ സോല്യബിളൈസ് ചെയ്തിട്ട് ആക്റ്റീവ് ടോക്സിൻ്റെ ഫോമിലേക്ക് മാറ്റും. അപ്പോൾ പ്രോടോക്സിൻ എന്തായി മാറുന്നു? ആക്റ്റീവ് ടോക്സിനായി മാറുന്നു ഡ്യൂ ടു ദ ആൽക്കലൈൻ pH ഓഫ് ദ ഗട്ട് ഓഫ് ഇൻസെക്ട്സ്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന ബാസില്ലസ് തുറിഞ്ചിയൻസിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ആക്ടിവേറ്റഡ് ടോക്സിൻ, അതായത് ക്രിസ്റ്റലുകൾ സോല്യബിളൈസ് ചെയ്തിട്ട് ആൽക്കലൈൻ pHൽ ടോക്സിൻസായി കഴിയുമ്പോൾ അത് ഇതിൻ്റെ മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസ്, മിഡ്ഗട്ട് എന്ന് പറഞ്ഞാൽ ഗട്ടിൻ്റെ മധ്യഭാഗത്തുള്ള ഈ ഭാഗത്ത് എന്ത് ചെയ്യുന്നു? ആ എപ്പിത്തീലിയൽ സെൽസിൽ, അതിൻ്റെ ഉള്ളിലുള്ള എപ്പിത്തീലിയൽ സെൽസിന് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോൾ ഈ മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസിനകത്ത് അവ പോറുകൾ ഉണ്ടാക്കുന്നു, സുഷിരങ്ങൾ ഉണ്ടാക്കുന്നു.
അതേപോലെ തന്നെ ആ സ്വെല്ലിങ്, ഇൻഫ്ലമേഷൻസ്, വീർത്ത് അത് മാറുന്നു. അങ്ങനെ എന്തുമായിട്ട് മാറുന്നു? അത് ലൈസിസ്, നശിച്ചു പോകുന്നു. ആ എപ്പിത്തീലിയൽ സെൽസ് നശിച്ചു പോകുന്നു. അപ്പോൾ ഈ കഴിക്കുന്ന ആഹാരം അതിന് പ്രയോജനപ്പെടുത്താൻ പറ്റാതെ വരികയും അവസാനം അത് ഡെത്ത് ഓഫ് ദ ഇൻസെക്റ്റിൻ്റെ മരണത്തിൽ അല്ലെങ്കിൽ നാശത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒന്ന് സമ്മറി നോക്കിയാൽ എങ്ങനെയാണ്? BT ടോക്സിൻ എന്ന് പറയുന്നത് ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ അകത്തുള്ള ഒരു പ്രോട്ടീനാണ്. അത് ഇനാക്റ്റീവ് ഫോമിലാണ് കാണപ്പെടുന്നത്. ഈ ടോക്സിൻ ഇൻസെക്റ്റുകളുടെ ഗട്ടിലെത്തി കഴിയുമ്പോൾ അവിടെയുള്ള എപ്പിത്തീലിയൽ സെൽസിനകത്ത് അതിന് നാശമുണ്ടാക്കുന്നു. എങ്ങനെ? അത് ഗട്ടിനകത്തുള്ള ആൽക്കലൈൻ pH മൂലം ഈ ക്രിസ്റ്റലുകൾ സോള്യബിലൈസ് ചെയ്യുകയും ആ ക്രിസ്റ്റലുകൾ ആക്ഷൻ വഴിയായിട്ട്, ടോക്സിൻസിൻ്റെ ആക്ഷൻ വഴിയായിട്ട് മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസിലുള്ള പോറുകൾ ഫോർമേഷൻ ആൻഡ് സ്വെല്ലിംഗ് ടേക്സ് പ്ലേസ് ആൻഡ് ഇവൻച്വലി ലീഡിങ് ടു ദ ലൈസിസ് ഓഫ് എപ്പിത്തീലിയൽ സെൽസ് ആൻഡ് കോസ് ദ ഡെത്ത് ഓഫ് ദ ഇൻസെക്റ്റ്. ഇതാണ് ഇതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ബാസിലസ് തുറിഞ്ചിയൻസിസിൽ നിന്നുണ്ടാക്കുന്ന ഈ BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ, അത് ആ ജീനിൻ്റെ കോഡ് ചെയ്യുന്ന, ആ ടോക്സിൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള ജീൻ എന്ന് പറയുന്നത് CRY1AC എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. CRY1AC എന്നൊക്കെ പറയാൻ നമുക്ക് ക്രൈ ജീനുകൾ എന്നറിയപ്പെടും. ക്രൈ ജീനുകൾ എന്നറിയപ്പെടും. ഈ പറയുന്ന ക്രൈ ജീനുകൾ പലതരത്തിലുണ്ട്. CRY1AC, CRY2AB അങ്ങനെ പലതരത്തിലുണ്ട്. ഈ പ്രോട്ടീൻസ് CRY1AC അതുപോലെ CRY2AB എന്ന് പറയുന്ന ഈ പ്രോട്ടീനുകൾ, ടോക്സിൻസ്, കോട്ടൺ ബോൾ വോമിൻ്റെ ആക്ഷൻ എന്താണ്? കോട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഡ്രസ്സൊക്കെ മേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പരുത്തി. ഈ പരുത്തിയുടെ കോട്ടൺ ബോൾസിൽ ഇവ തുരന്നു കയറുകയും അവ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന കോട്ടൺ ബോൾ വോമുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് CRY1AC, CRY2AB എന്നീ 2 ജീനുകൾ സാധിക്കും. അവ എൻകോഡ് ചെയ്യുന്ന പ്രോട്ടീനുകൾ വഴിയായി സാധിക്കും. അപ്പോൾ ഈ ജീനുകൾ ഈ ചെടിയിൽ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവ സ്പെസിഫിക് പ്രോട്ടീൻ ഉണ്ടാക്കുകയും നേരത്തെ നമ്മൾ കണ്ടതുപോലെയുള്ള മോഡ് ഓഫ് ആക്ഷൻ വഴിയായി ഈ ഇൻസെക്റ്റിനെ നശിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ CRY1AB എന്ന് പറയുന്ന പ്രോട്ടീൻ അത് കോൺ ബോററിനെ നശിപ്പിക്കുന്നു. ഈ കോൺ എന്ന് പറഞ്ഞാൽ അറിയാം, ചോളം, അതിൻ്റെ തണ്ട് തുരക്കുന്ന ആ ഇൻസെക്റ്റിനെ അത് നശിപ്പിക്കുന്നു. ഇനി അടുത്ത ഒരു ഗ്രൂപ്പാണ് പെസ്റ്റ് റെസിസ്റ്റൻ്റ് പ്ലാന്റുകൾ എന്ന് പറയുന്നു. അപ്പോൾ BT ടോക്സിൻ അത് ഇൻസെക്റ്റ് റെസിസ്റ്റൻ്റ് ആയിരുന്നു. ഇനി പെസ്റ്റുകളെ റെസിസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള പ്ലാന്റുകളാണ് അടുത്തത് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പെസ്റ്റ് റെസിസ്റ്റൻസ് പ്ലാന്റ്സിനകത്ത് നമ്മൾ ആദ്യം കാണുന്നത് ഈ ഒരു നിമാറ്റോഡാണ്. നിമാറ്റോഡുകൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വിരകളെന്ന് പറയും. നിമാറ്റോഡ് പാരസൈറ്റുകളാണിവ. മെലോയിഡ് ഗൈനെ ഇൻകോഗ്നിഷ്യ എന്ന് പറയുന്ന ഈ ഒരു നിമാറ്റോഡ് പാരസൈറ്റ് ടുബാക്കോ പ്ലാന്റുകളുടെ വേരുകളെ ബാധിക്കുന്നു. അങ്ങനെ ഈൽഡിനെ, അതിൻ്റെ ക്രോപ്പ് പ്രൊഡക്ഷനെ അത് ബാധിക്കുകയും കുറയ്ക്കുകയും അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. വേര് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ ഓഫ് മിനറൽസ് ആൻഡ് ന്യൂട്രിയൻസ് വിൽ ബി എഫക്റ്റഡ് അല്ലേ, നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ക്രോപ്പ് പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി ഇതിനെ ഒരു പ്രത്യേകതരം, ഒരു പുതിയ ഏറെക്കുറെ സയൻസിൻ്റെ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു പുതിയ മെത്തേഡാണ് RNA ഇൻ്റർഫെറൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്, അല്ലെങ്കിൽ RNAi എന്നറിയപ്പെടുന്ന ഒരു മെത്തേഡ് വഴിയായിട്ടാണ് ഈ ഇൻഫെസ്റ്റേഷൻ, ഈ ഒരു രോഗബാധ, പെസ്റ്റിൻ്റെ ബാധ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ എതിർത്ത് തോൽപ്പിക്കാനായിട്ട് സയൻസിന് സാധിച്ചിട്ടുള്ളത്. ഈ RNA ഇൻ്റർഫെറൻസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എല്ലാ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസിലും നടക്കുന്ന ഒരു മെക്കാനിസമാണ്. അതൊരു സെല്ലുലാർ ഡിഫെൻസാണ്. രോഗകാരികളായ വൈറസുകൾ, മറ്റ് ട്രാൻസ്പോസോൺസ്, അതായത് മൊബൈൽ ജനറ്റിക് എലമെൻറ്റ്സ്, ചെറിയ മൊബൈൽ ജനറ്റിക് എലമെൻറ്റ്സിൻ്റെയൊക്കെ അതിനെതിരെയുള്ള ഒരു പ്രതിരോധമായിട്ടാണ് RNA ഇൻ്റർഫെറൻസ് യൂക്കാരിയോട്ടിക് ഓർഗാനിസംസിനകത്ത് നടക്കുന്നത്. ഇനി ഈ പിക്ചർ ഒരു റെപ്രസെൻറ്റേഷൻ പർപ്പസാണ്, ഇത് പിന്നീടേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ. ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളതാണ്. ഇവിടെ സംഭവിക്കുന്നത്, ദിസ് ഇൻവോൾവ്സ് സൈലൻസിങ് ഓഫ് എ സ്പെസിഫിക് mRNA ഡ്യൂ ടു എ കോംപ്ലിമെൻ്ററി ഡബിൾ സ്ട്രാൻഡഡ് RNA. ഒരു mRNAയെ
mRNA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെസ്സഞ്ചർ RNA എന്ന് പറയുന്നത് ഒരു ജീൻ കോഡ് ചെയ്യുന്ന ആ പ്രോട്ടീൻ ഉണ്ടാക്കാനായി നിയോഗിക്കപ്പെടുന്ന ഒരു RNA ആണ് mRNA എന്ന് പറയുന്നത്. ഈ mRNAയെ എന്ത് ചെയ്യുന്നു? സൈലൻസ് ചെയ്യുന്നു, നിശബ്ദനാക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിനെ തടയുന്നു. എങ്ങനെ? ഇൻ്റർഫിയർ ചെയ്യുന്നു. എങ്ങനെ? അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA ഫോം ചെയ്ത് അതിലേക്ക് ബൈൻഡ് ചെയ്യാൻ കാരണമാവുകയും mRNAയിലേക്ക് ബൈൻഡ് ചെയ്യാൻ കാരണമാവുകയും mRNA എന്താണോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ കോഡ് അവിടെ അസാധുവാവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ ഇൻ്റർഫറൻസ് നടക്കുന്നത്. അപ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA മോളിക്യൂൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? mRNAയുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അതിൻ്റെ mRNA എന്താണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് പ്രോട്ടീനാണോ ഉണ്ടാക്കുന്നത്, അതിനെ ട്രാൻസ്ലേഷൻ എന്നാണ് പറയുന്നത്, അതിനെ തടയുകയും ചെയ്യുന്നു, അതായത് സൈലൻസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ RNA ഇൻ്റർഫെറൻസ് എന്ന് പറയാൻ, RNAയുടെ പ്രവർത്തനത്തിനെ തടസ്സപ്പെടുത്തുന്നു, അല്ലേ? അപ്പോൾ ഒരു വൈറസ് വന്നിട്ട് അല്ലെങ്കിൽ ഒരു നിമാറ്റോഡിൻ്റെ ജീൻ അതിൻ്റെ സ്വന്തം കാര്യമുണ്ടാക്കാനായിട്ടുള്ള RNA ഇതിലേക്ക് നമ്മുടെ സെല്ലുകളിലേക്ക് കടത്തിവിടുകയാണെങ്കിൽ എന്തു ചെയ്യാം? നമുക്ക് അതിനെതിരെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടാക്കുന്ന ജീൻ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA വൈറസുകളുടെ RNAയ്ക്ക് കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് അവയുമായി ബൈൻഡ് ചെയ്യുകയും ഈ വൈറസുകളോ അല്ലെങ്കിൽ മറ്റ് എന്താണോ ഇൻഫെക്ഷന് കാരണമാകുന്ന RNAയോ കാരണമാകുന്നവ ആ RNAയുടെ പ്രവർത്തനത്തിനെ അത് തടസ്സപ്പെടുത്തുകയും ഇൻ്റർഫിയർ ചെയ്യുകയും അതങ്ങനെ അത് സൈലൻസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഏത് പ്രോട്ടീൻ അല്ലെങ്കിൽ ടോക്സിനാണോ ഉണ്ടാക്കേണ്ടത് അത് തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ RNA കോംപ്ലിമെൻ്ററി RNAയ്ക്ക് കാരണമായിട്ടുള്ളത് എങ്ങനെ RNA എവിടെ നിന്ന് വരാം? വൈറൽ ഇൻഫെക്ഷൻസിൽ നിന്നോ അല്ലെങ്കിൽ ട്രാൻസ്പോസോൺസിൽ നിന്നോ മൊബൈൽ ജനറ്റിക് എലമെൻറ്റുകളിൽ നിന്നോ RNA വഴി റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഇവയിൽ നിന്ന് വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഒന്ന് നോക്കാം എന്താണ് ഇതിൻ്റെ ആക്ഷൻ എന്നൊന്ന് ചുരുക്കി പറയാം. നമുക്കറിയാം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് DNA ആണ്, അല്ലേ? DNA ആണ് നമ്മുടെ ജനിതക മെക്കാനിസം എന്ന് പറയുന്നത്. ഈ DNA സ്വന്തം DNA കുറച്ച് കോപ്പികൾ ഉണ്ടാക്കും. ഈ കോപ്പികളെ നമ്മൾ RNA അല്ലെങ്കിൽ mRNA എന്ന് വിളിക്കും. ഈ mRNA എന്ത് ചെയ്യുന്നു? പ്രോട്ടീനുകൾ ഉണ്ടാക്കും, അതായത് റൈബോസോമുകളെ പ്രോട്ടീനുകൾ ഉണ്ടാക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഈ പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നത് തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അതൊരു വൈറസിൻ്റെയോ അല്ലെങ്കിൽ നേരത്തെ കണ്ടത് നിമാറ്റോഡിൻ്റെയോ RNA നമ്മുടെ പ്ലാന്റുകളിലേക്കുള്ളിൽ കടത്തപ്പെടുന്നു എന്ന് വിചാരിക്കുക. ആ RNA പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നതിനെ തടസ്സപ്പെടുത്താനുള്ള മെക്കാനിസംസാണ് ഈ പറയുന്ന RNA ഇൻ്റർഫറൻസിൽ നടക്കുന്നത്. ഇനി നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു, അഗ്രോ ബാക്ടീരിയത്തിനെ പറ്റി, വെക്ടറുകളെയൊക്കെ പറ്റി കണ്ടായിരുന്നു. അങ്ങനെ ഈ അഗ്രോ ബാക്ടീരിയം വെക്ടറുകൾ ഉപയോഗിച്ചിട്ട് നിമാറ്റോഡ് സ്പെസിഫിക് ജീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിമാറ്റോഡിൻ്റെ ജീനുകൾക്ക് തുല്യമായി കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ജീനുകളെ ഹോസ്റ്റ് പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ സപ്പോസ് ഇതാണ് ആ ഒരു ഹോസ്റ്റ് പ്ലാന്റിൻ്റെ സെല്ലിനകത്തുള്ള DNA എന്ന് വിചാരിക്കുക. അതെന്ത് ചെയ്യുന്നു? ഈ സെൻസ് RNAയും ആൻറ്റി സെൻസ് RNAയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. എവിടെ? ഹോസ്റ്റ് സെല്ലുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ രണ്ട് RNAകളും കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയിട്ട് ഫോം ചെയ്യുന്നു. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഇൻ്റർഫറൻസ് തുടങ്ങുകയും അതിനുശേഷം ഈ നിമാറ്റോഡിൻ്റെ RNAയുമായിട്ട് ബൈൻഡ് ചെയ്ത് അതിനെ സൈലൻസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് ഏത് പ്രോട്ടീനാണോ ഉണ്ടാക്കുന്നത് അതിനെ ഈ പറയുന്ന കോംപ്ലിമെൻ്ററി RNA വന്ന് തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാരസൈറ്റ് സ്വന്തം കാര്യങ്ങൾ ഉണ്ടാക്കാൻ, പ്രോട്ടീനുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ടാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് RNA കടത്തിവിട്ടത്. അത് അല്ലെങ്കിൽ DNA കടത്തിവിടുന്നു, അതുമൂലം RNA ഉണ്ടാക്കുന്നു. ഇപ്പോൾ മൊബൈൽ ട്രാൻസ്പോസോൺസ് എന്ന് പറഞ്ഞു, അതിൻ്റെ ചെറിയ DNA മോളിക്യൂൾസിനെ കടത്തിവിടുന്നു, അത് RNA ഉണ്ടാക്കി അത് ഒരു ഓർഗാനിസത്തിൽ ആവശ്യമായ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഓർഗാനിസത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ആ ഒരു പ്രക്രിയയെ ഇത് തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ പാരസൈറ്റിനെ സർവൈവ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. ഇനി പറയുന്ന മെക്കാനിസംസിൻ്റെ ഒരു എലാബറേറ്റ് മെക്കാനിസമാണ്. താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റിലില്ല. ഒന്ന് താല്പര്യമുള്ളവർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചുരുക്കി പറയുകയാണ്, ഇതൊരു നീണ്ടൊരു പ്രോസസ്സാണ്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം.
ഇവിടെ RNA മോളിക്യൂൾസ് നമുക്കറിയാം, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. കോംപ്ലിമെൻ്ററി RNA ഫോം ചെയ്യുന്നു നമ്മൾ, അല്ലെങ്കിൽ ഷോർട്ട് RNA ഉണ്ടാകുന്നു എന്നുള്ളത് കാര്യം നമുക്ക് മനസ്സിലാകുന്നു. ഈ പറയുന്ന RNA മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്? RNA മോളിക്യൂൾസ് ഇൻഹിബിറ്റ് ജീൻ എക്സ്പ്രഷൻ ഓർ ട്രാൻസ്ലേഷൻ ബൈ ന്യൂട്രലൈസിങ് ടാർഗറ്റഡ് mRNA മോളിക്യൂൾസ്. ഇതാണ് പൊതുവിൽ സംഭവിക്കുന്നത്. അതാണെങ്കിൽ എന്താണ്? ജീൻ എക്സ്പ്രഷൻ, ജീൻ അല്ലെങ്കിൽ DNA എന്തുണ്ടാക്കണം എന്നുള്ള കോഡാണോ എഴുതിയത്, ആ കോഡ് ഉണ്ടാക്കുന്നത് RNA ആണ്. പ്രോട്ടീൻ, ഇപ്പോൾ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നതെങ്കിൽ DNA ഒരു കോഡുണ്ട്. ആ കോഡ് mRNA വഴിയായിട്ട് റൈബോസോമുകളിൽ അത് പ്രോട്ടീൻ സിന്തസിസിന് കാരണമാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ 2 ടൈപ്സ് ഓഫ് സ്മോൾ റൈബോന്യൂക്ലിക് ആസിഡുകൾ, RNA മോളിക്യൂളുകൾ നമുക്കിവിടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സെൻട്രൽ പാർട്ടാണ്. ഒന്ന് മൈക്രോ RNA അല്ലെങ്കിൽ miRNA, അതേപോലെ സ്മോൾ ഇൻ്റർഫിറിങ് RNA അല്ലെങ്കിൽ siRNA എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണം RNA ഇൻ്റർഫറൻസിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഇനി ഈ RNA എന്ന് പറയുന്നത് എന്താണ്? ജീനുകളിൽ നിന്നുണ്ടാകുന്ന പ്രൊഡക്റ്റുകളാണല്ലേ. ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ജീനുകളിൽ നിന്നുണ്ടാകുന്ന പ്രൊഡക്റ്റുകളാണ്. ഈ സ്മോൾ RNAകളെ നമുക്ക് എന്ത് ചെയ്യുന്നതിന്, എൻസൈം കോംപ്ലക്സുകളെ ഡീഗ്രേഡ് ചെയ്ത് മെസഞ്ചർ RNA മോളിക്യൂൾസ്, ഞാനൊന്ന് വായിച്ച് പറഞ്ഞു തരാം. RNAs are the direct products of genes. These small RNAs can direct enzyme complexes to degrade messenger RNA, mRNA molecules and thus decrease their activity by preventing translation. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ പറയുന്ന RNAകൾ എന്ന് പറയുന്നത് ഒരു ജീനിൻ്റെ പ്രൊഡക്റ്റാണ്. ഒരു ജീൻ ഒരു പ്രോട്ടീൻ ഉണ്ടാകണമെന്നുള്ള കോഡാണ് ഒരു ജീനിലുള്ളത്. അത് mRNA അല്ലെങ്കിൽ RNA ആയിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. RNA എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ഈ പറയുന്ന RNAകളെ നമ്മൾ നേരത്തെ കണ്ടത് സ്മോൾ ഇൻ്റർഫിയറിങ് RNAകളുണ്ടല്ലോ, ഇവയെ mRNAയുമായിട്ട് കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യാം? RNA എന്താണോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അതിനെ പ്രിവെൻറ്റ് ചെയ്യിപ്പിക്കാനായിട്ട്, ഇൻ്റർഫിയർ ചെയ്ത് തടസ്സപ്പെടുത്താനായിട്ട്, സൈലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. RNAi is an RNA dependent gene silencing process. RNAi is controlled by RNA induced silencing complex അല്ലെങ്കിൽ RISC എന്ന് പറയും. RNAi is initiated by short double stranded RNA molecules in a cell's cytoplasm. ഓക്കെ, നമുക്കിവിടെ നോക്കാം. RNAi എന്ന് പറയുന്നത് RNA ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ജീനിനെ സൈലൻസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതായത് ജീൻ സൈലൻസിങ് ഉള്ള ഒരു പ്രോസസ്സാണ്. RNA ഇൻ്റർഫറൻസ് കൺട്രോൾ ചെയ്യുന്നത് റിസ്ക് എന്ന് പറയുന്ന RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ് അല്ലെങ്കിൽ റിസ്ക് എന്നറിയപ്പെടുന്നവയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ നമുക്കിവിടെ കാണാം ഷോർട്ടായിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് RNA അല്ലെങ്കിൽ ഷോർട്ട് RNA മോളിക്യൂൾസ്, അവയാണ് ഈ RNA ഇൻ്റർഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ന്യൂക്ലിയസിൻ്റെ ഒരു സൈറ്റോപ്ലാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. വെൻ ദ dsRNA ഈസ് കമ്മിങ് ഫ്രം ആൻ ഇൻഫെക്ഷൻ, നേരത്തെ നമ്മൾ കണ്ടു വൈറസിൽ നിന്നോ RNAയിൽ നിന്നോ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ അതുമൂലമുണ്ടാകുന്ന ഒരു RNA ഇൻഫെക്ഷൻ വഴിയാണെങ്കിൽ ഉണ്ടാകുന്നതെങ്കിൽ ഈ പറയുന്ന RNA എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിലേക്ക് കടക്കുകയും അവിടെ ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് കട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഡൈസറുകൾ വഴിയായിട്ട് കട്ടുകയും ചെയ്യുന്നു. ഈ ഡൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു റൈബോന്യൂക്ലിയേസ് പ്രോട്ടീനാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഡൈസർ ഇവയെ കട്ട് ചെയ്ത് ഷോർട്ട് സീക്വൻസുകളാക്കി മാറ്റുകയുന്നു. അപ്പോൾ ഈ dsRNAയെ ഡൈസറുകൾ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്ത് സ്മോൾ dsRNA മോളിക്യൂൾസ് ആയിട്ട് സ്മോൾ ഇൻ്റർഫിയറിങ് siRNA ആയിട്ട് മാറ്റുന്നു. അതുപോലെ മൈക്രോ RNAകളുമായിട്ട് മാറ്റുന്നു. ഈ siRNAകളെ പിന്നെ സിംഗിൾ സ്റ്റാൻഡുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇവയെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നു. എങ്ങനെയാണ്? ഈ പറയുന്ന റിസ്ക്കുമായിട്ട്. എന്നിട്ട് അവയെ ഈ RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സുമായി ജോയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് റിസ്കിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ siRNAയുടെ ബേസ് പെയർ എന്ത് ചെയ്യുന്നു? ആ ടാർഗറ്റ് RNA mRNA എന്താണോ അവയെ ക്ലീവ് ചെയ്യുന്നു, ക്ലീവ് ചെയ്യുന്നു. അങ്ങനെ ഇത്
എന്താണോ ഈ mRNA ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ആ mRNA ഫോർമേഷനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല. ഇത്രയുമേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പെസ്റ്റ് റെസിസ്റ്റൻ്റ് പ്ലാന്റുകൾ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഒരു mRNAയെ ഒരു കോംപ്ലിമെൻ്ററി DS ഡബിൾ സ്റ്റാൻഡേർഡ് RNA മൂലം mRNAയുടെ പ്രവർത്തനത്തിന് തടസ്സപ്പെടുത്തുന്നു. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA മോളിക്യൂളുകൾ എന്ത് ചെയ്യുന്നു? അത് mRNAയുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ mRNA സൈലൻസ് ചെയ്യപ്പെടുന്നു. ഈ mRNAയുടെ സോഴ്സ്, RNAയുടെ സോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാകാം? കോംപ്ലിമെൻ്ററി RNAയുടെ സോഴ്സ് ഒരു വൈറസുകളിൽ നിന്നോ അല്ലെങ്കിൽ ട്രാൻസ്പോസോൺസിൽ നിന്നോ ആവാം. ഓക്കെ, ഇനി ഇതാണ് ടെക്നോളജി. അഗ്രോബാക്ടീരിയം വെക്ടറുകൾ ഉപയോഗിച്ചിട്ട് നിമാറ്റോഡ് സ്പെസിഫിക് ആയിട്ടുള്ള ജീനുകൾ ഹോസ്റ്റ് പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇങ്ങനെ ഈ നിമാറ്റോഡ് സ്പെസിഫിക് ആയിട്ടുള്ള ജീൻ ഈ സെല്ലിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അത് സെൻസ് RNAയും ആൻറ്റി സെൻസ് RNAയും ഉണ്ടാക്കി. ഈ നിമാറ്റോഡിൻ്റെ RNAയ്ക്ക് തുല്യമായ ആൻറ്റി സെൻസ് RNAയും സെൻസ് RNAയും ഉണ്ടാക്കി. അവ കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് ഇതിനകത്തൊരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA മോളിക്യൂളായിട്ട് അത് മാറും. അത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA മോളിക്യൂൾ RNA ഇൻ്റർഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്കറിയാം, ഡൈസർ ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്യും. എന്നിട്ട് ഇതിന് നിമാറ്റോഡ് സ്പെസിഫിക് ആയിട്ടുള്ള നിമാറ്റോഡിൻ്റെ RNAയുമായിട്ട് ഈ പറയുന്ന കട്ട് ചെയ്യപ്പെട്ട സിംഗിൾ സ്റ്റാൻഡ് ജോയിൻ ചെയ്യുകയും അതൊരു എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന റിസ്ക് കോംപ്ലക്സുമായിട്ട് അത് ബൈൻഡ് ചെയ്യുകയും ആ റിസ്ക് കോംപ്ലക്സ് അതിനെ നിമാറ്റോഡിൻ്റെ RNAയെ ക്ലീവ് ചെയ്ത് എന്താണോ ഉണ്ടാകേണ്ടിയിരുന്നത് അതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു.